പറയുന്നുണ്ട്. ആദർശ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ കൊല്ലം കടക്കലിലെ ഈ പാടിയ നമ്മൾ ഇത്തരം ഒരുപാട് പാട്ടുകൾ, ഒരുപാട് സിനിമാ പാട്ടുകൾ, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളൊക്കെ ഇത്തരം ഉത്സവങ്ങളോടനുബന്ധിച്ചൊക്കെ വേദിയിൽ ആലപിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോഴും ഈ വിഷയം അത് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലൊരു വിപ്ലവത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കാൻ പാകത്തിന് ഉണ്ടോ? തീർച്ചയായും. കാരണം കടക്കലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇതേ ക്ഷേത്രത്തിന്റെ മൈതാനത്ത് ഇതേ ക്ഷേത്ര കമ്മിറ്റിക്കാർ അദ്ദേഹം നവകേരള സദസ്സിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ആ ക്ഷേത്ര മൈതാനം ഒരുക്കി കൊടുക്കുന്ന സാഹചര്യം, അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് കടന്നു പോവുകയും ഹൈക്കോടതിയാണ് അവിടെ വെച്ച് ഈ കാര്യങ്ങൾ നടത്താൻ പാടില്ല, നവകേരള സദസ്സ് നടത്താൻ പാടില്ല, സ്ഥലം മാറ്റണമെന്ന സാഹചര്യം ഉണ്ടായത്. അവിടുത്തെ അമ്പല കമ്മിറ്റിയുടെ നേതൃത്വം നൽകുന്നവർ എല്ലാം തന്നെ CPM-ന്റെ നേതൃത്വമായി നിൽക്കുന്നവർ തന്നെയാണ്. അവർ അത് കൃത്യമായും അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കഴിഞ്ഞ കടക്കൽ തിരുവാതിരയ്ക്കേണ്ടത്. നമുക്കറിയാം, കടക്കൽ തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിൽ പൊതുവെയും കൊല്ലത്ത് പ്രത്യേകിച്ചും വലിയ ഒരു ഉത്സവമാണ്. ആ നാട്ടിലെ ജനങ്ങളെല്ലാം വലിയ ആരാധനയോടുകൂടി അവരുടെ ആശയും അവരുടെ ദുഃഖങ്ങളും എല്ലാം എന്ന് പറയുന്ന കടക്കൽ ദേവിയുടെ മുമ്പിൽ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കാണിച്ച ഒരു പേക്കൂത്ത് മാത്രമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുന്നത്. ഇത് വലിയ രീതിയിൽ വിമർശനത്തിന് മാത്രമല്ല, ഇത് തെറ്റാണ്, ഇത് ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത്തരം പ്രവണതകൾ അവരവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ, അവിടുത്തെ ആരാധനാലയങ്ങളിൽ, ഇത് അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയത്തെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിപത്ത് ഭാവിയിൽ ഉണ്ടാകും. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ കടക്കൽ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM-ന് മേൽക്കോയ്മയുള്ള ഒരു പ്രദേശമാണ്. അവിടെ അവരുടേതായ രീതിയിൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ RSS ആയിക്കോട്ടെ, മറ്റ് വർഗീയ സംഘടനകളായിക്കോട്ടെ, അവരും ആ രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ നാടിന്റെ അവസ്ഥ പോകുന്ന കാലഘട്ടങ്ങളിൽ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കണ്ടേ? ആദർശ്, ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ ആഘോഷമാണ് ഇവിടം കടക്കൽ തിരുവാതിര, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ സഹാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ, അതായത് വിമർശകരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പരിപാടികൾ ഉണ്ടായേക്കില്ല, ഇവിടെ വിപ്ലവം വിളയിച്ച മണ്ണാണ് എന്നൊക്കെ പറയുന്ന ചില ന്യായീകരണ പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിപ്ലവം വിളയിച്ച മണ്ണാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷമാണല്ലോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വന്നത്. അങ്ങനെ വിപ്ലവം ഉണ്ടായി അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ സംഘപരിവാർ ഉണ്ടായി അങ്ങനെ പറഞ്ഞ് ഒരു ആരാധനാലയത്തെ ഇത്ര മോശകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കിടന്നുറങ്ങി ഫേസ്ബുക്കിൽ ഇരുന്ന് ഓരോന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു മാധ്യമ പ്രവർത്തക അല്ലെ മാധ്യമ സ്ഥാപനമാണ്. നിങ്ങളും ഈ പറയുന്നത് തെറ്റാണെന്ന് തന്നെ പറയണം. ഒരാള് ഇത് വിപ്ലവത്തിന്റെ മണ്ണാണ്, ഇവിടെ അമ്പലത്തിലായാലും ഇതായാലും, ഇപ്പൊ അവിടെ ചെമ്പട്ടണിഞ്ഞമ്മ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അത് ദേവിയുടെ പാട്ടാണ്. ചെമ്പട്ടെന്ന് പറഞ്ഞ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയായിട്ട് അവിടെ കെട്ടുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. ഇനി എന്ത് നടപടിയാണ് നിങ്ങൾ ഈ ഇതിൽ സ്വീകരിക്കാൻ പോകുന്നത്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? കൃത്യമായിട്ടും ഞാൻ ഗവർണർക്കും റൂറൽ SP-ക്കും കളക്ടർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കം ഇത് ചെയ്തിട്ടുള്ള തെറ്റാണ്. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. വരും കാലങ്ങളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇങ്ങനെ ഒരു സാഹചര്യം ഇനി വരും കാലങ്ങളിൽ ഉണ്ടായാൽ മറ്റ് വിവിധ സംഘടനകളും ഇതിലേക്ക് വന്നിറങ്ങുകയും അതൊരു അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോവാം. കടക്കൽ മാത്രമല്ല വേറെ പല പ്രദേശങ്ങളിലും ഇതൊരു തുടക്കമായി കണ്ട് ഇന്ന് തന്നെ അതിനെപ്പറ്റി അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.